കഴുപ്പത്തിലൊരു കഥയുടെ ഈ സീസണിലെ 3-ാമത്തെ എപ്പിസോഡ്. നമുക്ക് മീഷ്കയുടെ കഥ തുടരാം. ഞങ്ങൾ എല്ലാവരും മീഷ്കയെ ശല്യപ്പെടുത്തിയിട്ട് പൂമുഖത്തേക്ക് ഓടിക്കയറി രക്ഷപ്പെടുക എന്ന പുതിയൊരു കളി പഠിച്ചു. മീഷ്ക ഈ പുതിയ കളി വളരെ വേഗം ഇഷ്ടപ്പെട്ടു. അവൻ പൂമുഖത്തിനടുത്ത് നിന്ന് ദൂരെ മാറി നിൽക്കും. ഞങ്ങൾ ആരെങ്കിലും കൈകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് അവന്റെ അടുത്തെത്തിയാൽ ഉടനെ അവൻ ആക്രമണത്തിന് തയ്യാറെടുത്ത് പിറകെ ഓടിവരും. ഞങ്ങൾ ചിരിച്ചട്ടഹസിച്ചുകൊണ്ട് പൂമുഖത്തിന്റെ പടികൾ ചാടിക്കയറും. മീഷ്ക തല ഉയർത്തി നാക്ക് നീട്ടി ചീറ്റുന്നത് ഞങ്ങൾ പൂമുഖത്ത് നിന്ന് നോക്കും. കളിയുടെ ഏറ്റവും രസമുള്ള ഭാഗം അതായിരുന്നു. ഒരു മാൻ ഞങ്ങളെ ഇട്ടോടിക്കുന്നതും അത്യന്തം രസകരമായിരുന്നു. മീഷ്കയുടെ കൊമ്പുകൾക്ക് ഉറപ്പുണ്ടാകുന്നതുവരെ ഞങ്ങൾ ആ കളി തുടർന്നു. എന്നാൽ അവന്റെ കൊമ്പുകൾക്ക് ഉറപ്പും ശക്തിയും ഉണ്ടായപ്പോൾ അങ്ങനെ ഒരു കളി അവനെ പഠിപ്പിച്ചതിൽ ഞങ്ങൾ അതിയായി ദുഃഖിക്കേണ്ടി വന്നു. കൊമ്പുകൾക്ക് ദൃഢതയുണ്ടായപ്പോൾ അവയെ പൊതിഞ്ഞിരുന്ന രോമം പരുക്കനാവുകയും ചിടപിടിക്കുകയും ചെയ്തു. തൊലിയോടുകൂടി അത് പൊഴിഞ്ഞു പോകാൻ തുടങ്ങി. കഴിയുന്നതും വേഗം അത് ഉതിർത്ത് കളയാനായി മീഷ്ക മരങ്ങളിൽ കൊമ്പുരച്ചു. ഒടുവിൽ രോമം മുഴുവൻ കൊഴിഞ്ഞു. മീഷ്കയുടെ ആദ്യത്തെ കൊമ്പുകൾ അവയ്ക്ക് അത്ര വലിപ്പമുണ്ടായിരുന്നില്ല, ശാഖകളും ഇല്ലായിരുന്നു. അടുത്ത വർഷം ആ കൊമ്പുകൾ കൊഴിഞ്ഞു വീണു. ഈ 2 ശാഖകളുള്ള പുതിയ ഒരു ജോഡി കൊമ്പുകൾ അവനുണ്ടായി. പൂർണ്ണ വളർച്ച എത്തുന്നതുവരെ ഓരോ വർഷവും മാറലുകളുടെ കൊമ്പിന് ഓരോ ശാഖകൾ കൂടുതലായി ഉണ്ടായിക്കൊണ്ടിരിക്കും. നായാട്ടുകാർ കലമാനുകളുടെ പ്രായം നിശ്ചയിക്കുന്നത് ഇത് നോക്കിയാണ്. മീഷ്ക ഭയങ്കര അഹംഭാവിയായി തീർന്നു. തന്റെ ഭംഗിയും അന്തസ്സുമുള്ള തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വീടിനു ചുറ്റും അവൻ ജൈത്രയാത്ര നടത്തി. ഒരു ദിവസം മുറ്റത്തുകൂടി ഉലാത്തിക്കൊണ്ടിരിക്കെ അവൻ മായിലിക്കിന്റെ ആഹാരച്ചട്ടി തട്ടിമറിച്ചു. നിലത്ത് നോക്കി നടക്കാൻ മീഷ്ക ആരാണ്? അവനെ പോലുള്ള മഹാന്മാർക്കൊക്കെ അതിനാണോ നേരം? യൂലിയ അരിശത്തോടെ പറഞ്ഞു. തന്റെ കഞ്ഞിപ്പാത്രം തട്ടിമറിച്ചത് കണ്ട് മായിലിക് കുപിതനായി. അവൻ മീഷ്കയെ നോക്കി മുറുമുറുത്തു. പിന്നീട് സംഭവിച്ചത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. സാധാരണ ചെയ്യാറുള്ളതുപോലെ പേടിച്ച് പിന്മാറുന്നതിന് പകരം മീഷ്ക കൊമ്പുകൾ കുനിച്ചു പിടിച്ചുകൊണ്ട് മായിലിക്കിന്റെ നേർക്കടുത്തു. ആ പട്ടിയെ കളപ്പുരയുടെ ഭിത്തിയോട് ചേർത്ത് പിടിച്ച് മുൻകാലുകൾ ഉയർത്തി മീഷ്ക അതിനെ തൊഴിച്ചു തുടങ്ങി. മായിലിക്ക് പാവം മോങ്ങി. യൂലിയയുടെ നിലവിളി കേട്ട് ആളുകൾ ഓടി വന്ന മീഷ്കയെ ഓടിച്ചു. ആ ദിവസം മുതൽ പട്ടികൾക്ക് മീഷ്കയെ പേടി തുടങ്ങി. വസന്തകാലത്ത് മീഷ്കയുടെ കൊമ്പുകൾ പൊഴിഞ്ഞു പോകുന്നതുവരെ അവ സഹിച്ചു. കൊമ്പുകൾ നഷ്ടപ്പെട്ട മീഷ്കയോട് അവ നന്നായി പകരം വീട്ടുകയും ചെയ്തു. ഒരു ദിവസം ഞങ്ങൾ തണ്ണിമത്തൻ തിന്നുകൊണ്ടിരിക്കുമ്പോൾ മീഷ്കയ്ക്ക് കൊടുക്കാനായി നതാഷ അതിന്റെ തൊണ്ടും എടുത്തുകൊണ്ട് മുറ്റത്തേക്ക് പോയി. പെട്ടെന്നൊരു അട്ടഹാസവും അതേ തുടർന്നൊരു നിലവിളിയും ഞങ്ങൾ കേട്ടു. പുറത്തേക്ക് ഓടിച്ചെന്ന ഞങ്ങൾ കണ്ടത് മുറ്റത്തിന്റെ നടുക്ക് നതാഷ മുട്ടുകുത്തി കിടന്ന് ഉറക്ക കരയുന്നു. ആ ശപ്പനായ മീഷ്ക അവന്റെ കൂർത്ത കുളമ്പുകൊണ്ട് പാവം നതാഷയുടെ പുറത്ത് തൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. തണ്ണിമത്തന്റെ തൊണ്ട് അവൻ നതാഷയുടെ കയ്യിൽ നിന്ന് തട്ടി നിലത്തിട്ടിരുന്നു. ഒരു നിമിഷം കൊണ്ട് മായിലിക്കിന്റെ ഭയം പമ്പ കടന്നു. ആ പട്ടിയുടെ പല്ലുകൾ മീഷ്കയുടെ പിൻകാലിൽ ആഴ്ന്നിറങ്ങി. ഇതിനിടെ നതാഷയെ രക്ഷിക്കാൻ എല്ലാവരും അവിടെ എത്തിക്കഴിഞ്ഞിരുന്നു. അനിയത്തിയുടെ സഹായത്തിന് സോന്യ ഓടിയെത്തിയത് കണ്ടപ്പോൾ മീഷ്ക ഒരു വശത്തേക്ക് ചാടി മാറി. അവൻ വേലി ചാടിക്കടന്ന് കുന്നിൻപുറത്തേക്ക് കുതിച്ചോടിപ്പോയി. നതാഷയുടെ കരച്ചിൽ ഒരുവിധം ശമിച്ചപ്പോൾ നടന്നതെന്താണ് എന്ന് ഞങ്ങൾ അന്വേഷിച്ചു. മീഷ്ക നതാഷയുടെ ഉദ്ദേശം തെറ്റിദ്ധരിച്ചതിനെ തുടർന്ന് പറ്റിയ അബദ്ധമാണ് ഇത് എന്ന് അവൾ വിശദീകരിച്ചു. മീഷ്കയുടെ മൂക്കിനടിയിൽ വിരലുകൾ ചലിപ്പിച്ച് അവനെ അസഹ്യപ്പെടുത്തിയിട്ട് ഓടുക ഞങ്ങളുടെ ആ പഴയ കളിയുടെ ഒരു ഭാഗമായിരുന്നു. തണ്ണിമത്തന്റെ തൊണ്ടുമായി നതാഷ അവനെ സമീപിച്ചപ്പോൾ അവൾ തന്റെ മൂക്കിൽ വിരലിട്ട് കളിക്കുകയാണ് എന്നാണ് മീഷ്ക വിചാരിച്ചത്. അവനത് തീരെ രസിച്ചില്ല. കാരണം അവൻ അപ്പോഴേക്കും വളർന്നിരുന്നല്ലോ. നിങ്ങൾക്ക് നാണമില്ലേ? ആദ്യം ഒരു ജന്തുവിനെ ഉപദ്രവിക്കുക, പിന്നീട് അത് തിരിച്ചു തരുമ്പോൾ അത്ഭുതപ്പെടുന്നു, അച്ഛൻ പറഞ്ഞു. അവന്റെ കൊമ്പുകൾക്ക് കുറെ കൂടെ ബലമുണ്ടാകട്ടെ. അവൻ നിങ്ങളെ എല്ലാവരെയും മര്യാദ പഠിപ്പിക്കും. അന്ന് രാത്രി വളരെ വൈകിയതിനു ശേഷമാണ് മീഷ്ക തിരിച്ചു വീട്ടിൽ വന്നത്. അവനെ ലായത്തിൽ തന്നെ അടച്ചിട്ടു. അനേക ദിവസത്തേക്ക് അച്ഛൻ അവനെ അവിടെ നിന്ന് പുറത്തു വിട്ടില്ല. അതായിരുന്നു അവന്റെ ശിക്ഷ. രാവിലെ മീഷ്ക ജനാലയിലൂടെ തല പുറത്തേക്ക് നീട്ടി ദുഃഖത്തോടെ നെടുവീർപ്പിടും. ചാടാനും ഓടാനും ഒരുപക്ഷെ ഒരു ദ്വന്ദ്വയുദ്ധത്തിൽ പങ്കെടുക്കാനും ഒക്കെ അവന് കൊതി തോന്നിയിരിക്കണം. പക്ഷെ അവനെ അടച്ചിട്ട് ശിക്ഷിച്ചിരിക്കുകയാണ്.
2 ദിവസം കഴിഞ്ഞപ്പോൾ അവന് ക്ഷമയേറ്റു. ദേഷ്യത്തോടെ ലായത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. സോനിയ, മീഷ്കയ്ക്ക് വിശക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു, നമുക്ക് അവൻ എന്തെങ്കിലും കൊടുക്കാം. അവന് വിശക്കാൻ വഴിയില്ല. ഞാൻ ഇപ്പോൾ ഓട്സ് കൊടുത്തതേ ഉള്ളൂ. എങ്കിലും മീഷ്കയോട് വേണ്ടത്ര നീതി കാണിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. വൈക്കോൽ തട്ടിന്റെ മുകളിൽ കയറി അവനെ കുറിച്ച് കച്ചിയിട്ട് കൊടുക്കാം ഞാൻ തീരുമാനിച്ചു. ഞാൻ ലായത്തിന്റെ മുകളിലേക്ക് കയറി കുറെ കച്ചി വലിച്ചെടുത്തു. ഉരുളൻ തടി കൊണ്ടുള്ള തട്ടിൻപുറത്ത് എവിടെയെങ്കിലും ഒരു വിടവ് കാണും. ആ വിടവിലൂടെ കച്ചി അടിയിലേക്ക് ഇട്ടുകൊടുക്കാം എന്നായിരുന്നു എന്റെ ഉദ്ദേശം. ഞാൻ വിടവ് അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ ഒരു വലിയ ദ്വാരത്തിലൂടെ താഴേക്ക് വീണു. ഞാനും കച്ചിയും ചെന്ന് വീണത് മീഷ്കയുടെ തൊട്ടു മുന്നിൽ. മീഷ്കയ്ക്ക് പ്രതികാരം ചെയ്യാൻ പറ്റിയ അവസരം. അവൻ പിൻകാലുകളിൽ എണീറ്റ് നിന്ന് എന്റെ തലയ്ക്കിട്ട് തൊഴി തുടങ്ങി. സോന്യ ഒരു ചാട്ടയും കൊണ്ട് ഓടിയെത്തി അവനെ ശക്തിയായി പ്രഹരിച്ചു തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ അവൻ എന്നെ തല പൊട്ടിച്ചേനെ. പിന്നീട് വളരെ കാലത്തേക്ക് ഞങ്ങൾ മീഷ്കയോട് അടുക്കാൻ പോയില്ല. അവനെ താമസിയാതെ ലായത്തിൽ നിന്ന് പുറത്തിറക്കി. എന്നാൽ തന്റെ പ്രവർത്തികളിൽ പശ്ചാത്തപിക്കുന്നതിന് പകരം അവൻ കൂടുതൽ കൂടുതൽ മോശമായി പെരുമാറുകയാണ് ചെയ്തത്. ചിടയൻ മലയുടെ മുകളിൽ ഒരു വൃദ്ധൻ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു ചെറിയ കുടിലുണ്ടായിരുന്നു. കുടിലിനടുത്ത് അയാൾ കുറച്ച് തേനീച്ചകളെ വളർത്തിയിരുന്നു. തേനീച്ചകൾ തേൻ അന്വേഷിച്ച് ദൂരെ പറന്നു പോകാതിരിക്കാനായി സമീപമുള്ള പുൽത്തകിടിയിൽ അയാൾ പലതരം കാട്ടുപൂക്കളും നട്ടു വളർത്തി. ഊര് ചുറ്റുന്നതിനിടയിൽ ഒരിക്കൽ മീഷ്ക ആ കുടിൽ കണ്ടുപിടിച്ചു. വൃദ്ധനെ ഒന്ന് സന്ദർശിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. ഒരു ദിവസം വൃദ്ധൻ ബെഞ്ചിലിരുന്ന് കുട്ടകൾ മെടയുകയായിരുന്നു. കണ്ണാടിച്ചില്ല ഉടയുന്ന ശബ്ദം കേട്ട് പെട്ടെന്ന് അവിടുത്തെ ശാന്തത ഭഞ്ജിക്കപ്പെട്ടു. മീഷ്കയുടെ കൊമ്പുകളും തുടർന്ന് അവന്റെ തലയും ജനാല വഴി അകത്തു കടന്നു. ഇതെന്ത് അത്ഭുതം! വൃദ്ധൻ ബന്ധപ്പെട്ടു. പോടാ ചെകുത്താനെ എന്ന് പിറുപിറുത്തു. പക്ഷേ മീഷ്ക ചെവികൾ ഇളക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തില്ല. അവൻ ഓടി മറയാൻ തീരെ കൂട്ടാക്കിയില്ല. വൃദ്ധൻ വാതിലിലൂടെ പുറത്തേക്ക് ഒളിഞ്ഞു നോക്കി. മീഷ്കയുടെ അഴക് കണ്ട് അയാൾ വാ പൊളിച്ചുപോയി. ഈ തെമ്മാടിയെ ഒന്ന് മെരുക്കിയെടുക്കാൻ കഴിഞ്ഞാൽ ഞാനൊരു പുണ്യാളനായി തീരും. പൊട്ടിയ ജനാലച്ചില്ലിനെ പറ്റി വിചാരിച്ചുകൊണ്ട് അയാൾ തന്നെത്താൻ പറഞ്ഞു, ദൈവചിത്രങ്ങളിലുള്ള മൃഗങ്ങളുടെ അത്ര ഭംഗിയുണ്ട് ഇവന്. ഒരു കഷ്ണം റൊട്ടി നീട്ടിക്കൊണ്ട് വൃദ്ധൻ വിളിച്ചു, വാ മോനെ വാ കഴിക്ക. മീഷ്ക ജനാലയിൽ നിന്ന് തല വലിച്ചെടുത്ത് വൃദ്ധന്റെ അടുത്തെത്തി. അവൻ റൊട്ടി ഒന്ന് മണത്തു നോക്കിയിട്ട് സന്തോഷത്തോടെ തിന്നു തുടങ്ങി. വൃദ്ധൻ ബെഞ്ചിൽ അവനു വേണ്ടി ഒരു പിടി ഉപ്പ് വാരിയിട്ട് കൊടുത്തു. ഹാ, ഉപ്പിന്റെ സ്വാദ് മീഷ്കയ്ക്ക് നന്നായി അറിയാം. അവനത് ഭയങ്കര ഇഷ്ടമായിരുന്നു. കൊതിയോടെ അവനത് നക്കി തിന്നപ്പോൾ അവന്റെ വായിൽ നിന്നൊഴുകിയ വെള്ളം ബെഞ്ചിലൊരു കൊച്ചു തടാകം തന്നെ സൃഷ്ടിച്ചു. അവൻ ഉപ്പ് മുഴുവൻ നക്കിയെടുത്തു കഴിഞ്ഞപ്പോൾ ബെഞ്ച് തേച്ച് കഴുകിയതുപോലെ വൃത്തിയായി. ഇങ്ങനെയാണ് അവരുടെ പരിചയം തുടങ്ങിയത്. വൃദ്ധന് സന്തോഷവും അഭിമാനവും തോന്നി. തന്റെ നന്മയിൽ വിശ്വസിച്ച് കാട്ടുമൃഗങ്ങൾ പോലും ആട്ടിൻകുട്ടിയുടെ ഇണക്കത്തോടെ തന്റെ അടുത്തെത്തണമെങ്കിൽ തീർച്ചയായും താൻ ഒരു നല്ല മനുഷ്യനും ദയാലുവുമായിരിക്കണം. മീഷ്ക ആ വീടും മുറ്റവും പരിശോധിച്ചു. ഒടുവിൽ നിലവറയുടെ പൊക്കം കുറഞ്ഞ മേൽക്കൂരയിൽ കിടന്ന് അവൻ ഉറങ്ങി. ഉറങ്ങാനായി തീരെ സൗകര്യമില്ലാത്ത ഏതെങ്കിലും ഇടം തിരഞ്ഞെടുക്കുക അവന്റെ പതിവായിരുന്നു. സന്തുഷ്ടനായ ആ വൃദ്ധൻ വീണ്ടും കുട്ടമിടയാനിരുന്നു. പകലൊക്കെ കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് രാത്രിയിൽ ഉറങ്ങാൻ മീഷ്ക തന്റെ പുതിയ സുഹൃത്തിന്റെ വസതിയിലെത്തും. ഏതാണ്ട് 10 ദിവസം ഇങ്ങനെ കഴിഞ്ഞു. ചിലപ്പോഴൊക്കെ മീഷ്ക വീട്ടിൽ വന്ന് അല്പസമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചിട്ട് വീണ്ടും അപ്രത്യക്ഷനാവും. മീഷ്കയുടെ ഈ ഊരുചുറ്റൽ ഞങ്ങൾക്കിപ്പോഴേക്കും സുപരിചിതമായി കഴിഞ്ഞിരുന്നത് കൊണ്ട് ഞങ്ങൾ അതേപ്പറ്റി വിഷമിച്ചതേയില്ല. വൃദ്ധനായ തേനീച്ച വളർത്തുകാരൻ അപ്പോഴും മീഷ്കയോട് നന്നായി തന്നെ പെരുമാറി. എന്നെങ്കിലും താൻ ഇണക്കിയെടുത്ത് എന്ന് അയാൾ വിശ്വസിച്ച കലമാൻ എന്നേക്കുമായി അവിടെ വിട്ടുപോയിരുന്നു എങ്കിൽ പോലും അയാൾക്ക് തീരെ വിഷമം തോന്നുമായിരുന്നില്ല എന്നതാണ് സത്യം. ഈ മനസ്സുമാറ്റത്തിനുള്ള കാരണം ഒന്നാലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. വൃദ്ധൻ മേശമേൽ വിരിച്ചിരുന്ന തുണിയും അയാളുടെ കോട്ടിന്റെ ഒരു കഷ്ണവും തുകൽ ബെൽറ്റും ഇതിനകം തന്നെ മീഷ്ക ചവച്ചു തിന്നു കഴിഞ്ഞിരുന്നു. അവൻ പൂക്കൾ ചവിട്ടി മെതിച്ചു. വേലി ചാടിക്കടന്ന് തേനീച്ചക്കൂടുകൾ വെച്ചിരുന്ന വളപ്പിനുള്ളിലേക്ക് കടന്നു ചെന്നു. ആ കൂടുകൾ മുഴുവൻ ഓരോന്നായി തട്ടി താഴെയിട്ടുകൊണ്ട് അവൻ അവിടെ നൃത്തം വെച്ചു. വൃദ്ധൻ ഇതൊക്കെ ക്ഷമയോടെ സഹിച്ചു. എങ്കിലും അയാൾക്ക് ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. ഒരു ദിവസം വിറക് ശേഖരിക്കാനായി വൃദ്ധൻ കാട്ടിനുള്ളിലേക്ക് പോയി. വൃദ്ധന്റെ കുടിൽ കാടിന്റെ മധ്യത്തിലായിരുന്നത് കൊണ്ട് അയാൾ പുറത്തു പോകുമ്പോൾ അത് പൂട്ടുക പതിവില്ലായിരുന്നു. ഇത് മീഷ്കയ്ക്ക് സൗകര്യമായി. വൃദ്ധൻ മരങ്ങളുടെ ഇടയിൽ മറഞ്ഞ ഉടനെ മീഷ്ക
കുടിലിൽ കയറി ഒരു പരിശോധന നടത്തി. ബൈബിൾ ദൃശ്യങ്ങളുടെ നിറപ്പകിട്ടുള്ള ചിത്രങ്ങൾ കൊണ്ട് ആ കുടിലിന്റെ ഭിത്തികൾ അലങ്കരിച്ചിരുന്നു. സെന്റ് ജോർജിനെയും സർപ്പത്തെയും മീഷ്ക ഉറ്റുനോക്കി. ആ ചിത്രം അവന് വളരെ ഇഷ്ടപ്പെട്ടു. അവൻ അതിന്റെ ഒരറ്റം ചിരികൾക്കിടയിലാക്കി വലിച്ചു. സർപ്പവും ജോർജ് പുണ്യാളന്റെ കാലുകളും അവന്റെ വയറ്റിലായി. പ്രളയം എന്ന ചിത്രത്തിലേക്കാണ് പിന്നീട് അവന്റെ ശ്രദ്ധ തിരിഞ്ഞത്. അതിലെ പുണ്യാളന്മാരെയും പാപികളെയും ഒരുമിച്ച് മീഷ്ക ആർത്തിയോടെ വിഴുങ്ങി. ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദയെയും ഔവയെയും മീഷ്ക ഭിത്തിയിൽ നിന്ന് വലിച്ചു നിലത്തേക്കിട്ടു. അടുത്ത ചിത്രത്തിന് നേർക്ക് തിരിഞ്ഞപ്പോഴാണ് അവൻ വൃദ്ധന്റെ പാട്ട് അടുത്തെവിടെയോ കേട്ടത്. വീട്ടിലേതുപോലെ തന്നെ ഇവിടെയും തന്റെ ചവയ്ക്കൽ ആർക്കും ഇഷ്ടപ്പെടാൻ ഇടയില്ല എന്ന് മീഷ്കയ്ക്ക് അറിയാമായിരുന്നു. കഴിയുന്നതും വേഗം അവിടെ നിന്ന് രക്ഷപ്പെടണം എന്നായിരുന്നു അവന്റെ വിചാരം. പക്ഷേ പൊക്കം കുറഞ്ഞ മച്ചുള്ള ആ കൊച്ചു കുടിലിൽ അവന് നിന്ന് തിരിയാൻ ഇടമുണ്ടായിരുന്നില്ല. അവനപ്പോൾ ഏകദേശം ഒരു കുതിരയുടെ അത്ര പൊക്കമുണ്ടായിരുന്നുവെന്നും അവന്റെ കൊമ്പുകൾ സാമാന്യം വലുതായിരുന്നുവെന്നും ഓർക്കണം. പിറകോട്ട് നടന്ന് വാതിൽ കടക്കുക മാത്രമേ നിവർത്തിയുള്ളൂ. ഇതിനിടയിൽ വൃദ്ധൻ വാതിലിനടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. പടങ്ങളുടെ അവശിഷ്ടം കണ്ടപ്പോൾ നടന്നതെന്താണ് എന്ന് അയാൾ ഊഹിച്ചു. എടാ പിശാശേ, എടാ അസത്തെ, വൃദ്ധൻ അലറി. അയാൾ ഒരു വടിയെടുത്ത് ആ ഹീനന്റെ മുതുകത്തടിച്ചു. മീഷ്കയ്ക്ക് വല്ലാതെ വേദനിച്ചു. അവൻ ഓടിപ്പോയി. കുറെ നാൾ കഴിഞ്ഞ് അവൻ വീണ്ടും ആ കുടിലിനടുത്തെത്തി. തേനീച്ചക്കൂടുകൾക്കടുത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന വൃദ്ധൻ മീഷ്ക അവിടെ എത്തിയത് അറിഞ്ഞില്ല. വൃദ്ധൻ ഒരു തേനീച്ചക്കൂടിന്റെ നേരെ കുനിയുന്നത് കണ്ട ഉടനെ മീഷ്ക ശബ്ദമുണ്ടാക്കാതെ അയാളുടെ പിന്നിലെത്തി മുൻകാലുകൾ ഉയർത്തി അയാളെ തൊഴിച്ചു. ഏതൊരു പുണ്യാളന്റെയും ക്ഷമ കെടുത്താൻ ഇതുപോരെ? വൃദ്ധൻ ആ അസത്തിനെ പ്രാകുകയും അടിച്ചോടിക്കുകയും ചെയ്തു. 3-ാം ഭാഗം വരെ എത്തിയപ്പോൾ മീഷ്ക എന്ന മാറലിന്റെ കുസൃതികളും പ്രവർത്തികളുമൊക്കെ നിങ്ങളുടെ ഉള്ളിൽ കയറി കാണും. നമുക്ക് അടുത്തതും അവസാനത്തേതുമായ ഭാഗം അടുത്ത എപ്പിസോഡിൽ കേൾക്കാം.